ഇങ്ങനത്തെ ഒരു കാഴ്ച ഇതാക്കണം. പണ്ടെപ്പോഴോ ഞാൻ കണ്ടതാണ്, ഇപ്പം ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്താട്ടോ. കാരണം പറയാണല്ലോ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ കുഴപ്പമൊന്നുമില്ല, തട്ടിയും മുട്ടിയൊക്കെ തന്നെ ഈ ഒരു 4 കൊല്ലമായിട്ട് പോണത് കേട്ടോ. 4 കൊല്ലം എന്ന് മീൻസ് നമ്മളെ സ്വപ്നക്കൂട് തുടങ്ങിയിട്ട് 4 കൊല്ലമായി. അതുകൊണ്ട് അതിൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ ചെറുമട്ടത്തിൽ ആഘോഷിച്ചോ ചോദിച്ചാൽ എങ്ങും എത്താത്തത് കാരണം ആഘോഷിച്ചിട്ടൊന്നുമില്ല. നമുക്ക് അങ്ങോട്ട് ആഘോഷിക്കാം കേട്ടോ. ഈ ഒരു കൊല്ലത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതാക്കണൊരു 100K അടിച്ചാൽ മതിയെന്ന് പടച്ച തമ്പുരാനെന്നും പറഞ്ഞിട്ടാണ് തുടങ്ങണത്. അപ്പോൾ എന്നാൽ തുടങ്ങിയാൽ നമ്മൾ ഇന്നത്തെ പരിപാടി അറിയുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ്. രാവിലത്തെ മോർണിംഗ് റൂട്ടീനാണ് ഞാൻ കാണിക്കാൻ പോണത്. പിന്നെ മോർണിംഗ് തുടങ്ങണതാക്കണ ഈ ഒരു നേരത്താണല്ലോ കേട്ടോ. ഇപ്പം സമയമാണെങ്കിൽ ഒരു 6:30 നേരമായിട്ടുള്ളൂ. 6:30 7 മണി അടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നേരത്തല്ല കേട്ടോ എൻ്റെ നേരം വെളുക്കണത്. ഒരു 4:40 4:45 നേരം വെളുക്കണത്. അപ്പോൾ കാരണം നമ്മളെ മൂപ്പർക്ക് 5 മണിയാകുമ്പോഴത്തേന് പണിക്ക് പോകണം. അപ്പോൾ ചെറിയൊരു മട്ടത്തിലൊരു ചായ ചെറുകടി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് മൂപ്പരങ്ങനെ പറഞ്ഞു വെച്ചിട്ട് പിന്നെയാണ് ഞാൻ ചായയും കൊണ്ട് പോകുള്ളൂ കേട്ടോ. പിന്നെയാണ് പുഴയ്ക്ക് പോകലും ചായ കൊണ്ടുപോകലും അതൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ. റെസിപ്പീസും കാര്യങ്ങളൊന്നുമില്ല. ഏതായാലും നിങ്ങൾ തുടങ്ങാല്ലേ. രാവിലെ നേരത്തെ കാലത്ത് ഒരു 4:45 നീച്ചിട്ടൊരു 5-5:15 വരെ അവിടെ ഫോണം തോണ്ടി നിന്നിട്ടോ. ചായക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫോണം തോണ്ടി നിന്ന് 5:30 ആയപ്പോൾ പിന്നെ നടക്കാനിറങ്ങി. പിന്നെ ഒരു 6:30 ആയപ്പോഴാണ് നടന്ന് വന്നത്. പിന്നെ ഒരു കയ്യും കാലിലും ഒഴിവില്ലാത്തൊരു പണിയാട്ടം ഉണ്ടാവുക. അപ്പോൾ വേഗം പൂള വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ വേഗം പുറത്ത് തന്നെയാണ് അടുപ്പ് തീ കൂട്ടിയാണ്ടേ ഇവിടെ തന്നെ അങ്ങോട്ട് അടുപ്പത്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഇവിടെ ആകുമ്പോൾ കാടി കുടിക്കും വെക്കാലോ. അപ്പോൾ അത് വിചാരിച്ച് ഞാൻ വേഗം പൂളൊക്കെ വേഗം കുത്തി നോക്കിയാണ്ട് ഇത് തന്നെയാണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് ഇപ്പം ഒന്ന് അടിച്ചു വരാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. ഈ പുറത്ത് അടുപ്പിലൊക്കെ വെക്കുമ്പോൾ അല്ലേ സുയിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നിറച്ച് കരിയാവും കേട്ടോ. ആ ചെമ്പും കുടുക്കയും കാലവും ഒക്കെ കരിയാവും. മറ്റേ നമ്മൾ ആലുവടുപ്പിൽ പുകയില്ലാത്ത അടുപ്പിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആ മൂട് മാത്രം കഴുകിയാൽ മതിയല്ലോ. ഇതാണെങ്കിൽ മൊത്തത്തിലാണ് കഴുകും വേണം. അങ്ങനെ അതാണ് സുയിപ്പില്ലത്. പണ്ടുള്ളവരൊക്കെ താക്കണത് എന്തോരം വൃത്തിക്കല്ലേ ചെമ്പും കാലൊക്കെ കഴുകി കൊണ്ട് നടക്കണത്. പക്ഷേ നമുക്കിപ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ. കമ്പിച്ചിക്കിട്ട് 4 വരെ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചാണ്ടല്ലോ അതങ്ങോട്ട് തീർന്ന് കിട്ടും. പിന്നെ ഞാൻ കാടി കൊടുക്ക അടുപ്പത്ത് വെച്ചിട്ട് കാടി ഇട്ടിട്ട് അതിൽ ഇവലെ കൊണ്ടുപോകുമ്പോൾ തന്നെ കുറച്ച് കാടിയൊക്കെ കൊടുത്തിട്ടാണ് കൊണ്ടുപോകൽ. അപ്പോൾ ഒന്ന് ചൂടാക്കി വെച്ചോട്ടെ. നല്ല മഞ്ഞും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് ചൂടാക്കുക. രാവിലത്തെ കാടി ഏതായാലും ചൂടുള്ളതേക്കാരം ഞാൻ കൊടുക്കുക. നല്ല ചൂടല്ല, ഒരു ഇളം ചൂടുള്ളതേക്കാരം കൊടുക്കുക. അതിൽ പുണ്ണാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ എന്നാലും ഉഷാറായിട്ട് ഓൽക്കൊരു സ്മൂത്തി കുടിക്കണ പോലാണ്ട് കുടിക്കുക ഓൽക്ക്. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ വേഗം മുറ്റടിച്ച് വരാനായിട്ട് വന്ന് മക്കളൊക്കെ നീച്ച് പല്ലേച്ച് സ്കൂൾക്ക് പോകാനുള്ള തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പണി എടുത്തുകൊണ്ട് നിൽക്കട്ടെ കേട്ടോ. രാവിലെ തന്നെ ഓരോട് പണി പറയുന്നതിന് ഭേദം ഞാൻ തന്നെ എടുക്കാണ്ടല്ലോ, അതാണ് തീർന്നു കിട്ടും. അങ്ങനെ മുറ്റടിച്ച് വരൽ കഴിഞ്ഞ് അപ്പോഴാണ് റോഡിൻ്റെ ഭാഗത്ത് കൂടെ നിറച്ച് ചെമ്മൽ കിടക്കണുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു മഞ്ഞായതുകൊണ്ടേ ഇപ്പോൾ റബ്ബറിൻ്റെ ഇല വല്ലാതെ അങ്ങോട്ട് കൊഴിയുണ്ട്. ഒരൊറ്റ കാറ്റടിച്ചാൽ മതി ഒക്കെ പാടെ നമ്മളെ മുറ്റത്തേക്കാറ് കേട്ടോ. അത് വല്ലാത്തൊരു ശല്യമാണ്. പക്ഷേ റബ്ബർ ഉണ്ടായതുകൊണ്ട് ആ ഒരു കാറ്റ് നല്ലപോലെ തള്ളിക്കയറി നമ്മളെ വീട്ടിലേക്ക് വരുന്നില്ല. അല്ലെങ്കിൽ വീടും പൊളിച്ച് ആ ഒരു കാറ്റ് പോകും. അങ്ങനെ ഞാനത് അടിച്ചു വാരി ഇതവിടെ എത്തിയിട്ടുണ്ട്. ഒരു കല്ലിനെ ചാരിയാണ് ഈ ഒരു ക്യാമറ വെച്ചിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ പകുതി കല്ലിൻ്റെ ആ ഭാഗം നിന്നാണ് കാണുന്നത് നിങ്ങൾക്ക്. അപ്പം ഞാനങ്ങനെ വേഗം അടിച്ചു വാരിയിടട്ടെ. അപ്പോൾ കോഴിക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. കോഴിക്കളത് ഇതാക്കണം ചറ പറ എന്ന് പറഞ്ഞിട്ടായിക്കോടാണ് നടക്കുന്നുണ്ട്. ഞാൻ ഒന്ന് തീയിടട്ടെ കേട്ടോ. ആ ഈ ഒരു അടിച്ചു വാരിയാണ്ട് അപ്പം തന്നെ തീയിട്ടിട്ടില്ലെങ്കിൽ വല്ല ജന്തുക്കളും വന്നിട്ട് കുടുങ്ങും. അതിൽ വല്ല പാമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് കുടുങ്ങും. അപ്പോൾ നമ്മൾ അതിനെ കൂട്ടിയാണ് തീയിടലാവും. അപ്പോൾ അത് വേണ്ട. ആ ഒരു കൂട്ടിയിരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ അപ്പം തന്നെ കത്തിച്ച് തീർത്താറുണ്ടല്ലോ തീരും കേട്ടോ. അപ്പോൾ നമ്മളെ താത്തതാക്കണ് അവിടെ അടിച്ചു വാരിയാണ്ട് തീ ഇട്ടിട്ടുണ്ടായിരുന്നു. നാവ് വല്ലാത്തൊരു കുടുക്കായിപ്പോയില്ലേ. അപ്പോൾ അങ്ങനെ ചില വാക്കുകളൊക്കെ പറയുമ്പം നാവ് പിണഞ്ഞ് ആ സംസാരങ്ങളൊന്നും ഇല്ലാതാക്കുകയാണ്. അപ്പോൾ സംഗതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത് തന്നെ സംഗതി കേട്ടോ. അപ്പോൾ താത്ത തീ ഇട്ടെടുത്ത് ഞാനിതാ ഒരു ഓലക്കടിയുമ്പോൾ തീ പിടിപ്പിച്ചാണ്ട് നമ്മളെ തീയും കൂടി ഒന്ന് കത്തിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ഉഷാറായിട്ട് അപ്പം തന്നെ ഉണ്ട് ആ പരിപാടിയാണ് കഴിച്ചാണ്ടല്ലോ. കോഴിക്ക് ചിക്കാൻ കൊടുക്കണ്ട, അതാണ് സംഭവം. അങ്ങനെ തീയിട്ട് സമാധാനത്തോടു കൂടി ഞാനിതാകണ് അങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ കാടിയിൽ ഇതാ പുണ്ണാക്കിടുന്ന പരിപാടിയാണ്. 2 നേരം പുണ്ണാക്കാണ്. രാവിലെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കൽ കാടിയിൽ. രാത്രിക്കത്തെ ആ കഞ്ഞിവെള്ളം ഇത്തിരി ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അധികം ചോറ് ഞങ്ങൾ കൊടുക്കലില്ല. ഇത്തിരി ചോറൊക്കെ 1-2 കയ്യിൽ ചോറിടും. പിന്നെ ബാക്കിയുള്ളതൊക്കെ കഞ്ഞിവെള്ളം തന്നെയാണ് കേട്ടോ. മെയിൻ കഞ്ഞിവെള്ളമാണ് കൊടുക്കുന്നത്. കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ ചൂടുവെള്ളം ചൂടാക്കിയിട്ട് അങ്ങനെയാണ് കൊടുക്കും. അപ്പോൾ കടലപ്പിണ്ണാക്കും കൊപ്രപ്പിണ്ണാക്കുമാണ് രാവിലത്തെ ആ ഒരു സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഒന്ന് ചൂടായി കിട്ടിയാലും മതി. ബാക്കി വെള്ളം
വറുത്ത് നല്ല ജ്യൂസ് പരുവത്തിലാക്കാനാണ് പരിപാടി. അങ്ങനെ ഇതും കൂടി കഴിഞ്ഞാൽ ഓൽക്ക് നമ്മൾ മാത്രം നിന്നാൽ പോരല്ലോ, രാവിലെ തന്നെ ഓൽക്കും വേണ്ട എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുക. അപ്പം അങ്ങനെ ഓൽക്കുള്ള പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പുറത്ത് തീ കൊട്ടുകൊണ്ട് തന്നെ ഏത് വലിയൊരു കൊള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ, പിന്നെ അതിമ്മക്ക് ശ്രദ്ധിക്കേ വേണ്ട, അങ്ങനെയാണുള്ളത്. അങ്ങനെ വേറെ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ട് വേഗം തിരിച്ചിങ്ങോട്ട് പോന്നു. ഓൽക്ക് വെള്ളം കൊടുത്തു കേട്ടോ. ഇവർക്ക് ഇതാകും രണ്ടാകും 2 പാത്രത്തിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അടിയോട് അടിയാവും കേട്ടോ, കുത്തോട് കുത്താവും വിചാരിച്ചാണ്ട് ഞാൻ വേഗം രണ്ടാകും 2 പാത്രത്തിൽ വെള്ളമാക്കി. അപ്പോൾ ഈ ഒരു റബ്ബർ കൂടെ കണ്ടോ മഞ്ഞിങ്ങനെ നിൽക്കുന്നത് നല്ല രസമുണ്ട്, കാണാനായിട്ടൊക്കെ നല്ല രസമുണ്ട്. പറഞ്ഞിട്ട് എന്താ കാര്യം, നല്ല തണുപ്പാണ് കേട്ടോ. രാത്രി ആകുമ്പോഴത്തേനൊരു വൈകുന്നേരം ആകുമ്പോഴത്തേന് തന്നെ തണുപ്പ് ഇങ്ങനെ വീഴാൻ തുടങ്ങുമല്ലോ, നല്ലൊരു തണുപ്പും നല്ലൊരു കാറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഏതായാലും ഇതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഒരു കൊടും വേനലാണ് വരാൻ പോണതില്ലേ. അപ്പോൾ അതടക്കട്ടെ, നിങ്ങൾ കടികുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ പരിപാടി, മൂപ്പർക്ക് ചായ കൊണ്ടു കൊടുക്കണം കേട്ടോ. പൂള കാക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ല പുഴുങ്ങിയ പൂളയാണ്. നമ്മളെ കപ്പ എന്ന് പറയും, മരച്ചിനി കപ്പ എന്നൊക്കെ പറയും. നമ്മളിവിടെ പൂള എന്നാണ് പറയുക കേട്ടോ. ചില ജില്ലയിൽ കൂടെയൊക്കെ പൂള എന്ന് പറയുമ്പോൾ എന്തോ ഒരു തെറിവാക്കാണെന്ന പോലെ ആരോ ഒന്ന് കമൻറ്റ് ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കാന്താരി ചമ്മന്തി അരച്ചു. അങ്ങനെ മൂപ്പർക്കുള്ള ചായയും കടിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്, ഇനി കൊണ്ടു കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ പണ്ട് മുതലേ നമ്മളെ കാണുന്നവരാണെങ്കിൽ അറിയും ഞാനൊരു എന്താ പറയുക ഭയങ്കരമായിട്ട് ഈസി ബീസി അല്ല ആളാണെന്നുള്ളത്. അപ്പോൾ ഒരു വെടിക്ക് ഒരു 3 പക്ഷീനെ തന്നെ ഞാൻ പിടിക്കും കേട്ടോ. എന്താ വെച്ചാൽ ഈ ഒരു പോക്ക് പോണത് ഒന്ന് പോത്തിന് കെട്ടിയിടാൻ പുല്ലിൻ്റെ കെട്ടിയിടാൻ പോകണം, പിന്നെ മൂപ്പർക്ക് ഒന്ന് ചായ കൊണ്ടു കൊടുക്കണം, പിന്നെ എൻ്റെ തിരുമ്പലും കുളിയും കഴിയണം. ഇതിനൊക്കെപ്പാട് ഒത്തുണങ്ങിയ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ പുഴയാണ്, മൂപ്പർക്ക് അവിടെയാണ് പണിയുള്ളത്. അങ്ങനെ പോത്തിനൊക്കെ ഞാൻ അവിടെ കെട്ടി പിന്നെ കുളിച്ച് കഴിഞ്ഞു, മൂപ്പർക്ക് ചായയൊക്കെ കൊടുത്ത് പോന്നു കേട്ടോ. തിരിച്ചു പോന്നു. ഇനിയിപ്പം ഞാനൊന്ന് ചായ കുടിക്കട്ടെ. എൻ്റെ ചായ കുടി ആകുമ്പോഴത്തേന് ഏകദേശം സമയം അങ്ങോട്ട് ആവും കേട്ടോ. 9, 9:30, 10 മണിയോട് അടുക്കും ഞാനൊന്ന് ചായ കുടിക്കാനായിട്ട്. അങ്ങനെ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മക്കൾക്കും ചായ കൊടുത്ത് കഴിഞ്ഞാൽ ഞാൻ വേഗം ചായ ഒന്ന് കുടിച്ചു. നല്ല ചൂടില്ലാത്തൊരു ചായ ഉണ്ടായിരുന്നു, ചൂടാക്കിയാലും ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അപ്പം ചൂടില്ലാത്തൊരു ചായയും പൂളയും ചമ്മന്തി ഉണ്ടായിരുന്നു, അതങ്ങോട്ട് തട്ടട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് ഇരുന്നതാണ്. ഇതാണ് ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻ. ഇങ്ങനെയാണ് എൻ്റെ ഓരോ ദിവസം കടന്നു പോണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യുക കേട്ടോ. ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ പുതിയതായിട്ട് ഷോർട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്, അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ടാക്കണം. അപ്പോൾ എല്ലാവരും കൂടി ഒത്തുപിടിച്ചാൽ മലയും പോരെന്ന് പറഞ്ഞാൽ ഈ ഒരു കൊല്ലം നമുക്കൊരു 100K അടുപ്പിക്കണം. നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇത് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ പുതിയ നല്ല ഉഷാറായിട്ട് വീഡിയോ ഒക്കെ ഇട്ട് ഞാൻ ദിവസം വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒന്നരാടെയെങ്കിലും വരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഷോർട്ട് വീഡിയോ കാണാം, ലോങ് വീഡിയോ കാണാം, ഇടക്കും തലക്കും ഞാൻ ലൈവും കൂടി വരാം. അപ്പോൾ കുറേ ആൾക്കാർക്ക് ലൈവ് വരുന്നത് നല്ല സന്തോഷമായിട്ടോ. അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാനായിട്ട് നല്ല സന്തോഷമാണ്, എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. ഏതായാലും സമയത്തിനനുസരിച്ച് ഞാൻ ഓടിപ്പാഞ്ഞിങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം മറക്കാതെ കേട്ടോ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഈ ചായയും പൂളയൊന്ന് കുടിക്കട്ടെ. ബൈ ബൈ.